Next question. Use mathematical induction to establish that to establish that 8 divides 5 raised to 2n plus 7 for n greater than or equal to 1. Okay, that is n greater for n for any positive integer, that is n greater than or equal to 1, 8 divides 5 power 2n plus 7. That is, ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ സെയിം ചെയ്ത പോലെ 5 raised to 2n plus 7 എപ്പോഴും 8ന്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് n എന്തോ ആയിക്കോട്ടെ, n ഏത് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിലും 5 raised to 2n plus 7 സം മൾട്ടിപ്പിൾ ഓഫ് 8 പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും 8 ഡിവൈഡ്സ് മൾട്ടിപ്പിൾ ഓഫ് 8. ഓക്കെ, therefore by mathematical induction method ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. Therefore n equal to 1. If n equal to 1, ഇതിന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യും. ശരിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും. ദാറ്റ് ഈസ് n equal to k ക്ക് ഇത് റെഡിയാണ് എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് if n equal to 1 എന്ത് വരും? 5 power 2n ദാറ്റ് ഈസ് 2 plus 7 that equal to 25 plus 7 that's equal to 32, which is multiple of 8 അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 8 ആയതുകൊണ്ട് 8 divides 32 അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് 8 divides 32. എപ്പോഴും a divides b എപ്പോഴാണ് പറയാം? b by a belongs to z ആവുമ്പോൾ അല്ലേ. b by a സം ഇൻറ്റിജർ ആവുമ്പോഴാണ് b a divides b എന്ന് പറയാം. അപ്പോൾ 8 divides 32 ആണ്, കാരണം 32 divided by 8 എന്താണ്? 4 ആണ്, which is a integer. Okay, next, therefore for n equal to 1 this is true. This statement is true. Now we assume that it is true for n equal to k. That implies എന്ത് വരും? 5 power 2 power k plus 7 equal to some multiple of 8 അല്ലേ. ഇതാണ് നമ്മുടെ അസംഷൻ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് k plus 1 ഇത് പ്രൂവ് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് 5 power 2 into k plus 1 plus 7 that equal to 5 power 2k plus 5 power 2k plus 2 plus 7 that's equal to 5 power 2k into 5 power 2 plus 7. Okay, next ചെറിയൊരു മോഡിഫിക്കേഷൻ ഞാൻ വരുത്താൻ പോവാണ്. that is this equal to 5 power 2k into 5 square plus ഇനി ഇതിന്റെ കൂടെ ഞാൻ ഒരു 5 square into 7 ആഡ് ചെയ്തു. അന്നേരം തന്നെ അത് സബ്സ്ട്രാക്ട് ചെയ്തു. that is 5 square into 7 സബ്സ്ട്രാക്ട് ചെയ്തു. that is നമ്മുടെ നെറ്റിലെ ടോട്ടൽ എഫക്റ്റ് 0 ആണ് അല്ലേ. എന്താണോ ആഡ് ചെയ്തത് അത് അന്നേരം തന്നെ മൈനസ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് plus 7. that this equal to 5 power 2k into 5 power 2 plus 5 power 2 into 7. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഇതിലെ കോമൺ ടേം, ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് ഇത് എപ്പോഴും ഉപകാരപ്പെടുത്താം. ദാറ്റ് ഈസ് 5 സ്ക്വയർ 2k എന്തായിരുന്നു നമ്മുടെ അസംഷൻ. ദാറ്റ് ഈസ് 5 power 2k. ഓക്കെ, നമ്മുടെ അസംഷൻ 5 power 2k plus 7 multiple of 80 എന്ന് നമ്മൾ
അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് 5 പവർ ഇതിൽ നിന്ന് 5 സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കോമൺ ടേം ഏതായിരുന്നു? 5 സ്ക്വയർ ഇൻറ്റു 7 പ്ലസ് 7. ഇതിനെ 7 ഞാൻ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാൻ പോവാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും? ഈ ഒരു ടേമിൽ 5 സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 25. നെക്സ്റ്റ് 5 സ്ക്വയർ 2k പ്ലസ് 7 വരും അല്ലേ? അടുത്ത ടൈമിലോ ദാറ്റ് ഈസ് മൈനസ് നെക്സ്റ്റ് 7 ഞാൻ പുറത്തേക്ക് എടുത്തു. 7 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 5 സ്ക്വയർ പ്ലസ് 1 that equal to 25 into multiple of 8. കാരണം ഇത് multiple of 8 ആണ്. നെക്സ്റ്റ് മൈനസ് 7 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 4 ഇവിടെ മൈനസ് ആണ് അല്ലേ? ഇത് ബ്രാക്കറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, മൈനസ് മൈനസ് പ്ലസ് വരും. therefore -1 എന്നാണ്. that is 7 into 25 minus 1, that is 24. That is 24 also multiple of 8. Therefore 25 into multiple of 8 minus 7 into some multiple of 8. Therefore total value ഈ multiple of 8 8 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 8നെ ഈ multiple of 8 നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. That is this term some multiple of 8 into 25 minus 7. Okay, therefore നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്തായിരുന്നു? 5 പവർ 2 into k plus 1 plus 7. ഇതെന്താണ്? സം മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് കിട്ടി. ഓക്കെ, ഇതിന്ന് ഞാൻ m ഓഫ് 8 m മൾട്ടിപ്പിൾ ഓഫ് 8 പുറത്തേക്ക് എടുത്തതല്ല. നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇത് എഴുതുമ്പോൾ എന്താ തെറ്റിദ്ധരിക്കരുത്. ഇതിൽ ഒരു 8ന്റെ ഈ ഒരു ടേം ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഇതും ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ടോട്ടൽ ടേം എന്തായിരിക്കും? അതും ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. therefore നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5 power 2k plus 1 plus 7 multiple of 8 ആണ്. therefore by mathematical induction this is true for every n greater than or equal to 1. for all n greater than or equal to 1. okay, next question. Use mathematical induction. Use mathematical induction to establish that 4 power 2n plus 10n minus 1 is divisible by 25. that is ഈ ടേം എപ്പോഴും 25ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, യൂസ് ചെയ്യേണ്ട മെത്തേഡ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. that is 4n equal to 1. then 4 power 2 plus 10 minus 1, this equal to 16 plus 10 minus 1, that's equal to 26 minus 1, that is 25. therefore it is true for n equal to 1. now we assume that it is true for n equal to k, that is 4 power 2k plus 10k minus 1 is multiple of 25. അല്ലേ? ഇതാണ് നമ്മുടെ അസംഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് k plus 1 ഇത് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. therefore
4 power 2 into k plus 1 plus 10 into k plus 1 minus 1. This equal to 4 into 4 power 2k into 4 power 2, right? 4 power 2 plus next 10k, next plus 10 minus 1. That equal to, this equal to 4 power 2k into 4 square plus 10k. 10k ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 160k minus 115k എന്ന് എഴുതാം അല്ലേ? നെക്സ്റ്റ് ഇത് that equal to 4 power 2k into 4 square plus 10k plus 9. That is also equal to 4 power 2k into 4 square plus 10k. 10k ക്ക് നമുക്ക് ചെയ്യാം 116k minus 115k എന്ന് എഴുതാം അല്ലേ? ടോട്ടൽ വാല്യൂ 10k തന്നെയാണ്. പ്ലസ് 9 നമുക്ക് എന്ത് ചെയ്യാം? that is 25 minus 16 എന്ന് എഴുതാം. 25 minus 16 എന്ന് എഴുതാം. Okay, therefore this equal to 4 power 2k. ഇവിടെ 4 square എല്ലാ ടേമിലും, that is ഇവിടെയും 4 square ഉണ്ട് അല്ലേ? that is ഇവിടെ 4 square into 10k ആണ്. നെക്സ്റ്റ് ഇവിടെയോ മൈനസ് 4 square ആണ്. അപ്പോൾ ഈ ടേം എടുത്ത് എഴുതി, ഈ ടേം എടുത്ത് എഴുതി, നെക്സ്റ്റ് ഈ ടേം എടുത്ത് എഴുതി. ബാക്കി എന്തുണ്ട്? മൈനസ് 115k പ്ലസ് 25. ഇത്രയും ടേമിൽ നിന്ന് എന്ത് ചെയ്യാം? 4 square നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. that is 4 square into ബാക്കി 4 power 2k plus 10k minus 1. okay, 1. നെക്സ്റ്റ് മൈനസ് ഇവിടെ ഇതിനെങ്ങനെ എഴുതാം? 25 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ that is 25 into that is 6k plus 1. by our assumption ഇതെന്താണ്? 4 power 2k plus 10k minus 1. ഇത് മൾട്ടിപ്പിൾ ഓഫ് 25 നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇതും എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 25 ആണ്. therefore total value is multiple of 25. then by mathematical induction it is true for all n greater than or equal to 1. okay, next find the number of integers less than or equal to 3176 and not divisible by 90. not divisible by 90. തൊട്ട് മുന്നത്തെ തിയറം വെച്ച് നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. that is find number of integers less than or equal to a and divisible by b അല്ലേ? that is അതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് a by b. ഇതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് തൊട്ട് മുന്നത്തെ തിയറം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ which is less than or equal to a and divisible by 90. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് നോട്ട് ഡിവിസിബിൾ ബൈ 90. അപ്പോൾ നമുക്ക് ആകെ അറിയുന്ന ഒരു തിയറം എന്താണ്? ഡിവിസിബിൾ ബൈ 90, that is divisible by b യും less than or equal to a യും ആയിട്ടുള്ള നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, അത് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് a by b. നമ്മൾ ചെയ്യാൻ പോണത് ടോട്ടൽ ഇൻറ്റിജേഴ്സ് നിന്ന്
ഈ ഡിവിസിബിൾ ആയിട്ടുള്ള ഇൻഡിജേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഓക്കെ, ദാറ്റ് ഈസ് വി നോ ദാറ്റ് if a, b are any two positive integers, then number of positive integers which less than or equal to a and divisible by b, that equal to a by b, floor function of a by b, where a equal to 3176 and b equal to 90. Therefore, number of integers which is less than or equal to 3176 and divisible by 19, this equal to 3176 divided by 19 of floor function, that equal to 1 point. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ that is floor function of 176.15715779 എന്ന് കിട്ടും അല്ലേ. ഫ്ലോർ ഫംഗ്ഷൻ പറയുമ്പോൾ ഇതിനേക്കാളും ഏറ്റവും ചെറിയ ഇൻഡിജേഴ്സിലെ വലിയ ഇൻഡിജർ, that is greatest integer the set of all lower integers, that is equal to 167. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോറി ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടില്ല. നമുക്ക് വേണ്ട എന്താണ്? നോട്ട് ഡിവിസിബിൾ നമ്പേഴ്സ്. therefore our required answer that is number of integers which less than or equal to 3176 and not divisible by 19, that equal to 3176 minus 167, that equal to 3009. ഓക്കെ, ബാക്കി ഈ ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം.